Hi dear students, നമ്മൾ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇന്റഗ്രൽസ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡബിൾ ഇന്റഗ്രൽസ് നമ്മൾ പറഞ്ഞു, സിമിലർ ആയിട്ട് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ട്രിപ്പിൾ ഇന്റഗ്രൽസ് വരുന്നത്. നമ്മൾ if g h k have continuous first partial derivatives and j u v w is 0 only at isolated points if at all, then triple integral over d f of xyz dx dy dz is equal to triple integral over g h of uvw into modulus of Jacobian uvw into du dv dw, where huvw is equal to f of g h k and the factor juvw known as the Jacobian of the coordinate transformation is defined by juvw equal to dou of xyz by dou of uvw is equal to determinant of dou x by dou u, dou x by dou v, dou x by dou w, dou v by dou u, dou v by dou v, dou y by dou w, dou z by dou u, dou z by dou v, dou z by dou w. ഓക്കെ, അതായത് നമ്മൾ ഡബിൾ ഇന്റഗ്രൽസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്ന അതേപോലെ തന്നെ എഫ് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളതാണ്. അതിനെ നമുക്ക് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നുള്ള ഫോമിലായിരുന്നു ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഡി ആണ്. അവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എഫ് ജി യു വി ഡബ്ല്യു, വൈ ഈക്വൽ ടു എച്ച്, സെഡ് ഈക്വൽ ടു കെ എന്നുള്ള ഫോമിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഇതിന്റെ കൂടെ ജെ യു വി ഡബ്ല്യു എന്നുള്ള ജാക്കോബിയൻ എന്നുള്ള ടേമും കൂടെ വരും. ഇവിടെ ജാക്കോബിയൻ ത്രീ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നത് ജെ യു വി ഡബ്ല്യു ഈക്വൽ ടു ഡോ ഓഫ് എക്സ് വൈ സെഡ് ബൈ ഡോ ഓഫ് യു വി ഡബ്ല്യു. ഇതിനെ ഈ ഒരു ഡിറ്റർമിനന്റ് എന്നുള്ള ഫോമിലാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രോബ്ലം ഓക്കെ, നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത് എങ്കിൽ അവിടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു സെഡ് എന്നുള്ള ഫോമിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോ എക്സ് ബൈ ഡോ ആർ, ഡോ എക്സ് ബൈ ഡോ തീറ്റ, ഡോ എക്സ് ബൈ ഡോ സെഡ്, അതായത് ജാക്കോബിയൻ വരുന്നത് കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ 0, സൈൻ തീറ്റ ആർ കോസ് തീറ്റ 0, 0 0 1 എന്നുള്ള ഫോമിലാണ്. അതായത് ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള ഫോമിൽ വന്നു. ദാറ്റ് ഈസ് ആർ എന്നുള്ള ഫോമിൽ തന്നെയാണ് വരുന്നത്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എച്ച് ഓഫ് ആർ തീറ്റ സെഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ആർ ഇൻറ്റു ആർ ഡി ആർ, സോറി മോഡുലസ് ഓഫ് ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ ഡി സെഡ് എന്നുള്ള ഫോമിലാണ് ഇന്റഗ്രേഷൻ വരുന്നത്. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലാണ് വരുന്നത് എങ്കിൽ ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത് എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, റോ വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്നുള്ള ഫോമിലാണ്. ആ ഫോമിൽ വരുമ്പോൾ ജാക്കോബിയൻ വരുന്നത് നമ്മൾ റോ സ്ക്വയർ സൈൻ ഫൈ എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെ ആ ഒരു ടേം എടുത്തിട്ടുണ്ടായിരുന്നത്. ജാക്കോബിയൻ വരുന്നത് റോ സ്ക്വയർ സൈൻ ഫൈ എന്നുള്ള ടേം തന്നെയാണ് ജാക്കോബിയൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. Find the volume of the ellipsoid x square by a square plus y square by b square plus z square by c square equal to 1. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ എന്തായാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷെ എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ വോളിയം കാണാനാണ്. വോളിയം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡി വി എന്നുള്ളതാണ്. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നുള്ള ഫോമിലാണ്. നമ്മൾ യു ഈക്വൽ ടു എക്സ് ബൈ എ, v equal to y by b, w equal to z by c എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അല്ലെങ്കിൽ x equal to ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് x equal to au, y equal to bv, z equal to cw എന്നുള്ള ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരിക. അങ്ങനെയാണെങ്കിൽ ജാക്കോബിയൻ വരുന്നത് juvw is equal to dou of xyz by dou uvw is equal to നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a 0 0 0 0 b 0 0 0 c എന്നുള്ള ഫോമിൽ ജാക്കോബിയൻ നമുക്ക് എ ബി സി എന്നുള്ളത് ജാക്കോബിയൻ കിട്ടും. ഓക്കെ, അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു അണ്ടർ ദി എബോവ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നിട്ടുള്ള എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള എലിപ്സ് ട്രാൻസ്ഫോംഡ് ആയിട്ട് വരുന്നത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഒരു സ്ഫിയർ ആയിട്ട് ഈ എലിപ്സോ ആയിട്ട്
ഒരു സ്ഫിയർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രൽ വരുന്നത് അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എലിപ്സിന്റെ വോളിയം എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി dx dy dz എന്നുള്ളതായിരുന്നു. ഇതിനെ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് മോഡുലസ് ഓഫ് ജെ യു വി ഡബ്ല്യു ഇൻറ്റു ഡി യു ഡി വി ഡി ഡബ്ല്യു എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ജാക്കോബിന്റെ വാല്യൂ എന്നുള്ളത് എ ബി സി എന്നുള്ളതാണ്. എസ് എന്ന് പറയുന്ന ആ സ്ഫിയറിനെ നമ്മൾ എസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. യു വി ഡബ്ല്യു സ്പേസിൽ വരുന്ന സ്ഫിയറിനെ നമ്മൾ എസ് എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എ ബി സി ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡബ്ല്യു എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡി ഡബ്ല്യു എന്നുള്ളതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി സ്ഫിയർ എന്ന് പറയുന്നത് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഓൾ ദി കോർഡിനേറ്റ് ആക്സസ്, അതായത് ഒറിജിന് സെന്റർ ആയിട്ട് വരുന്ന ഒരു സ്ഫിയർ ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടന്റിലുള്ള വോളിയത്തിന്റെ 8 ടൈംസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറയുന്നത് യു ഗ്രേറ്റർ ദാൻ 0, വി ഗ്രേറ്റർ ദാൻ 0, ഡബ്ല്യു ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് ഫസ്റ്റ് ഒക്ടന്റിൽ വരുന്നത്. ഫസ്റ്റ് ഒക്ടന്റിൽ വരുന്ന പാർട്ടിനെ നമ്മൾ ഡി എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ദി സ്ഫിയർ എന്ന് പറയുന്നത് 8 ടൈംസ് ദി വോളിയം ഓഫ് ദി ഡി എന്നുള്ള ഫോമിലാണ് വരുന്നത്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു വി ഡി വി ഡി ഡബ്ല്യു ഈക്വൽ ടു 8 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡി ഡബ്ല്യു ഡി വി ഡി യു എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പൊ ഇനി ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് ഒക്ടന്റിൽ ആയതുകൊണ്ട് ഡബ്ല്യു വേരി ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷന് ഡബ്ല്യു സ്ക്വയർ എക്സ് സ്ക്വയർ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതിനെ ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് എഴുതാം. ഡബ്ല്യു ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാം. ഇപ്പം ഫസ്റ്റ് ഒക്ടന്റിൽ ആയതുകൊണ്ട് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ഒക്ടന്റിൽ ഡബ്ല്യു വേരി ചെയ്യുന്നത് 0 ടു 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നുള്ള ഇതുവരെ ആയിരിക്കും ഡബ്ല്യു വേരിയ. ഇതിന്റെ ഡി എന്നുള്ള റീജിയന്റെ എക്സ് വൈ യു വി പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എന്നുള്ളത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പാർട്ടായിട്ട് വരും. അപ്പം ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡി ഡബ്ല്യു ഈക്വൽ ടു 8 ടൈംസ് ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നോക്കുക ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് എന്നുള്ള ടോട്ടൽ വോളിയത്തിന്റെ കൂടെ ഈ ഒരു എ ബി സി ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡി വി ഡബ്ല്യു എന്നുള്ള ടേം ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ വരുന്ന ഈ ഒരു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് എന്നുള്ള ഈ ഒരു പാർട്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്നുള്ളത് 8 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡി ഡബ്ല്യു ഡി വി ഡി ഡബ്ല്യു ഡി വി ഡി യു എന്നുള്ള ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇതിനെ നമ്മൾ 8 ടൈംസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇൻറ്റു ഡി ഡബ്ല്യു ഡി വി ഡി യു എന്നുള്ള ഫോമിൽ എഴുതി. ഡി ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു എന്നുള്ള ടേം കിട്ടും. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡി വി ഡി യു എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു ഡബിൾ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 1 മൈനസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഇൻറ്റു ഡി വി ഡി യു എന്നുള്ളതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാം. പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യു ഈക്വൽ ടു ആർ കോസ് തീറ്റ വി ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡി വി ഡി യു ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ള ഫോമിലായിട്ട് വരും. ഓക്കെ, 1 മൈനസ് റൂട്ട് ഓഫ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നുള്ളത് 1 മൈനസ് ആർ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ എന്നുള്ള ഫോമിൽ വന്നു. അപ്പൊ ഈ ഒരു ഇന്റഗ്രൽ വരുന്നത് ഓക്കെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ഫസ്റ്റ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റീജിയൻ ആണ് വരുന്നത്. അപ്പൊ ആ ഒരു റീജിയനെ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിളിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പാർട്ടാണ് വരുന്നത്. ഇവിടെ r വേരി ചെയ്യുന്നത് 0 ടു 1 ഉം തീറ്റ വേരി ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് 0 ടു π/2 ആണ്. അപ്പൊ ഈ r ഇതിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ വരുന്നത് 8 ടൈംസ് ഇന്റഗ്രൽ 0 ടു π/2 ഇന്റഗ്രൽ 0 ടു 1 റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ള ഫോമിൽ വന്നു. ഇതാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡി ഡബ്ല്യു എന്നുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ 1 മൈനസ് ആർ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ സം ടി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി is equal to മൈനസ് 2r dr എന്നുള്ള ഫോമിൽ വരും. ആ ഒരു ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 1/2 1 മൈനസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ബൈ 3/2 എന്നുള്ള ഫോമിലാണ് വരുന്നത്. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ 0 ടു 1 തന്നെ.
ഓക്കെ, അത് കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ ചോദിക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1 മൈനസ് ആർ സ്ക്വയർ എന്നുള്ളതിന് ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇതേ ഫോമിലാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യാം. അപ്പം ടോട്ടൽ നമുക്ക് ഇന്റഗ്രേറ്റ് വീണ്ടും നമ്മൾ അപ്പൊ നമുക്ക് 8 ടൈംസ് 0 to pi by 2 1/3 d theta എന്നുള്ള ഫോമിൽ കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 pi/3 എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. ഇത് നമുക്ക് എസ് എന്നുള്ള ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡി ഡബ്ല്യു എന്നുള്ളതിന്റെ വാല്യൂ ആണ് 4 pi/3 എന്നുള്ളത്. അതുകൊണ്ട് ടോട്ടൽ എലിപ്സോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് എ ബി സി ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡി യു ഡി വി ഡി ഡബ്ല്യു ഈക്വൽ ടു 4 pi/3 ഇൻറ്റു എ ബി സി പൈ എന്നുള്ള ഇതാണ് ട്രിപ്പിൾ എലിപ്സോയിഡിന്റെ വോളിയം വരുന്നത്. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. Evaluate integral 0 to 3, integral 0 to 4, integral x equal to y by 2 to x equal to y by 2 plus 1 to x minus y by 2 plus z by 3 dx dy dz by applying the transformation u equal to 2x minus y by 2, v equal to y by 2, w equal to z by 3. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് u equal to 2x minus y by 2, v equal to y by 2, w equal to z by 3 എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ x-ലും y-ക്കും z-ലും സോൾവ് ചെയ്യുമ്പോൾ x equal to u plus v, y equal to 2v, z equal to 3w എന്നുള്ള ഫോമിൽ വന്നു. ജാക്കോബിയൻ കണ്ടുപിടിക്കുക, ജാക്കോബിയൻ 6 എന്നുള്ള ഫോമിൽ വന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇവിടെ z വേരി ചെയ്യുന്നത് 0 to 3ഉം y വേരി ചെയ്യുന്നത് 0 to 4ഉം x വേരി ചെയ്യുന്നത് y by 2 to y by 2 plus 1 എന്നുള്ളത് വരെയാണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ, ട്രാൻസ്ഫോംഡ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ കാണുക. ട്രാൻസ്ഫോംഡ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഇവിടെ കാണുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം u വേരി ചെയ്യുന്നത് 0 to 1, v വേരി ചെയ്യുന്നത് 0 to 2, w വേരി ചെയ്യുന്നത് 0 to 1 എന്നുള്ള ഫോമിലാണ് വന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഇന്റഗ്രലിനെ നമുക്ക് അതേപോലെ 2x minus y by 2 plus z by 3 എന്നുള്ളതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ u plus w എന്നുള്ള ഫോമിൽ വരും. ജാക്കോബിയന്റെ വാല്യൂ 6 എന്നുള്ളതാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 12 എന്നുള്ള ആൻസർ നമുക്ക് ഇതിനെ കിട്ടും. ഇത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. ഇതിലുള്ള സപ്ലിമെന്ററി പ്രോബ്ലംസും കൂടെ ഉണ്ട്. സപ്ലിമെന്ററി പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. എക്സ്ട്രാ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.